ബുക്ക് എടുക്കണം, പഠിക്കണം. പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നാളെ പഠിച്ചാൽ പോരെ? ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ നിങ്ങൾ? യെസ്, ഓണം പരീക്ഷ, അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ദാ അടുത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യുക? പഠിക്കണം 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 എന്ന ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. ഒരു മടി എവിടെയോ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. നമുക്കതങ്ങ് മാറ്റിയാലോ? യെസ്, മടി മാറ്റാനായിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ക ടെക്നിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനി ഈ വീഡിയോ കാണാൻ നിങ്ങൾ മടി കാണിക്കരുത്, കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക. പക്ക ടെക്നിക്, അതെ, PACA, 4 കാര്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെ മടി മാറ്റിയെടുക്കാം. സോ ഫസ്റ്റ് P അഥവാ പ്ലാൻ. കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. അതെ മക്കളെ, നമുക്കിനി ഒരു മാസം നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലേ? ഈ ഒരു മാസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്കൊരു 4 സബ്ജക്റ്റ് ആണല്ലോ മെയിൻലി വരുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോമാത്സ്. ഇതാണല്ലോ നമുക്ക് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4 സബ്ജക്ട്സിൻ്റെയും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക, എത്ര ഡേയ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. എല്ലാ ദിവസവും ഓരോ സബ്ജക്റ്റും വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, ഇപ്പോൾ മൺഡേ ഫിസിക്സ് പഠിക്കുമ്പോൾ പിറ്റേന്നും ഫിസിക്സ് വേണം എന്ന് നിർബന്ധമില്ല. അന്ന് നിങ്ങൾക്ക് കെമിസ്ട്രി ആക്കാം, അല്ലെങ്കിൽ അന്ന് ബയോളജി ആക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഈവനിങ്ങും ആയിട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി തന്നെ എന്ത് ചെയ്യുക, എങ്ങനെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്, ഈ ഒരു മാസക്കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് കലണ്ടർ ഓഫ് ഓപ്പറേഷൻ കൃത്യമാക്കി റെഡിയാക്കി വെക്കുക. അടുത്ത രണ്ടാമത്തെ കാര്യം A, ദാറ്റ് ഈസ് ആക്ഷൻ. അതെ, നമ്മൾ ഈ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ഷനിലേക്ക് കൊണ്ടുവരിക. അവിടെ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടിരിക്കുന്നു. നമ്മൾ എല്ലാം കൂടി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ വർക്ക് കംപ്ലീറ്റ് ആകില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ചാക്ക് അരി നിങ്ങൾ 2ാമത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന 2-3 ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ സഹായിച്ച് നമുക്കത് കൊണ്ടുപോകാം എന്നായിരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്തേ, ഒരു വലിയ ബൗൾ എടുക്കുക, അതിൽ കുറച്ച് വീതം നിങ്ങൾ ആ അരി അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന അരി ഫുള്ള് നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയി നോക്കിയേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞാണെങ്കിലും അത് അവസാനം ആ ഫുൾ അരി മുകളിലേക്ക് എത്തും എന്ന് പറയുന്നത് പോലെ ഒരു ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മടി ഉണ്ടാകും, നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്തൊന്ന് പഠിച്ചു നോക്കൂ. ഈസി ആയിട്ട് ആ വലിയ കാര്യം നമുക്ക് ചെയ്തു തീർക്കാനും പഠിച്ചു തീർക്കാനും സാധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ ചെക്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ നടക്കുന്നത് ഉറപ്പുവരുത്താം. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്തെടുക്കാനും സാധിക്കും. ഇനി 4ാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഓരോ കാര്യവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യമാണ് അപ്രിസിയേഷൻ. അതെ, നിങ്ങളോട് തന്നെ പറയാം, വെൽ ഡൺ മോനെ, കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തി കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തി നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കും മക്കളെ. മടിയൊക്കെ മാറ്റിവെച്ച് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഒരു മാസം നമുക്ക് ഫ്രണ്ടിലുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ടേം പോർഷൻസ് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിയാൽ ലാസ്റ്റ് എക്സാമിനും ഇതേ രീതിയിൽ ഇതേ പേസിൽ നമുക്ക് കൊണ്ടുപോയി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനിയും മടി പിടിച്ചിരിക്കരുത്. യെസ്, വി ക്യാൻ ഡു ഇറ്റ്.